അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് രാവിലെ അരി അരച്ചൊന്നും വെക്കേണ്ട, രാവിലെ എഴുന്നേറ്റ് തന്നെ മാവ് അടിച്ച് വെച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കുക. അത് അരിപ്പൊടി ഉണ്ടല്ല, നമ്മൾ നല്ല ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞു പോലത്തെ അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1/2 മണിക്കൂർ മാത്രം മതിയാവും. ഈ സമയം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് അപ്പം റെഡിയാവും. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെളുത്ത അവിൽ ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലിരുന്നാലും എടുക്കാവുന്നതാണ്. ഡബിൾ ഗോൾസിൻ്റെ വെള്ള അവിൽ ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ മാവിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ നമ്മളിതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന വീഡിയോ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. മാവ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ മാവ് ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമ്മളൊരു കറിയൊക്കെ ഇതിന് തയ്യാറാക്കി വരുമ്പോഴത്തേനും മാവ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ മാവ് നല്ല കട്ടിയായതുകൊണ്ട് ഒരല്പം ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോപ്പ് അതുപോലെ പൊങ്ങിയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് മാവൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കി, ഇരുമ്പ് ചട്ടിയിൽ. അപ്പോൾ ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് എണ്ണ തടവി കൊടുക്കാം. നല്ലെണ്ണ ഞാനിതിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ച് വയ്ക്കാം. ചട്ടി ചുറ്റിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ബൗൾസ് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, വെന്ത് കിട്ടത്തുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോഫ്റ്റായിട്ടുള്ള അപ്പം ഇവിടെ ഗോതമ്പ് പൊടിയുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല പഞ്ഞു പോലത്തെ അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാനിതുപോലെ ഒന്ന് ഒഴിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തലേദിവസം മാവ് അരച്ച് വെച്ചില്ല, രാവിലത്തേക്ക് ഇത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടക്കറിയോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഉള്ളിക്കറിയാണോ എന്താണോ ഇഷ്ടം, അത് കൂട്ടി നമുക്ക് ഈ അപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഹൈപ്പും ഒക്കെ തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, സൈഡെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പർ അപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ലൈക്ക് തരാൻ മറന്നു പോരുതേ.